എല്ലാവർക്കും lifestyledisorders.com-ലേക്ക് സ്വാഗതം. ഇന്ന് lifestyledisorders.com-ൽ ഡിസ്കസ് ചെയ്യുന്നത് ഫാറ്റി ലിവർ ഡിസീസ് എന്ന ജീവിതശൈലി രോഗത്തെക്കുറിച്ചാണ്. എന്താണ് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പായി വാട്ട് ഈസ് ലിവർ ആൻഡ് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലിവർ എന്ന് പരിശോധിക്കാം. ലിവർ എന്ന വാക്കിൻ്റെ അർത്ഥം ടു ലീവ് എന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ജീവിക്കണമെങ്കിൽ അഥവാ ജീവൻ നിലനിർത്തണമെങ്കിൽ ഒരു ഹെൽത്തിയായ ലിവർ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഗ്ലാൻഡാണ് ലിവർ. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഏകദേശം 500ഓളം ഫങ്ഷൻസ് നിർവഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗനെ നാം അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ 4 വശത്തു നിന്നും അറിഞ്ഞോ അറിയാതെയോ ദിവസേന ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന് നാം കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ എല്ലാം തന്നെ ലിവറിൽ വെച്ച് മെറ്റബോളിസം നടന്നതിന് ശേഷം ബാക്കിയുള്ളവ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ആക്ഷന് വേണ്ടി ലഭിക്കുകയുള്ളൂ. അതായത് നാം കഴിക്കുന്ന മരുന്നുകളിൽ ലിവർ പരമാവധി നശിപ്പിക്കാൻ നോക്കുന്നു. എന്നിട്ട് മുക്തി നേടാനായിട്ട് നമ്മൾ രക്തത്തിൽ എത്തിച്ചേരുന്ന മരുന്നുകളുടെ അംശമാണ് രോഗത്തിൻ്റെ നിയന്ത്രണത്തിന് ലഭിക്കുകയുള്ളൂ. ഇതിനെയാണ് ഫസ്റ്റ് പാസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിൽ പലപ്പോഴും സ്വയം നശിപ്പിക്കപ്പെടുന്ന ഏറ്റവും വിലപ്പെട്ട ഓർഗനാണ് നമ്മുടെ ലിവർ. അതുകൊണ്ടാണ് എല്ലാ അലോപ്പതി മരുന്നുകളിലും ലിവർ പ്രോബ്ലം ഉള്ളവർക്ക് പ്രത്യേക വാർണിംഗ് നൽകിയിരിക്കുന്നത്. രണ്ടാമതായി നാം ലിവറിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആൽക്കഹോൾ കൺസംഷനിലൂടെയാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ആൽക്കഹോൾ ലിവറിനെ സാരമായി ബാധിക്കുന്നു. ഏകദേശം 60 മില്ലി ആൽക്കഹോൾ മെറ്റബോളിസം ചെയ്യുന്നതിന് ലിവറിന് ആവശ്യമായ സമയം 2 മണിക്കൂറാണ്. നാം പലപ്പോഴും 2 to 3 പെഗ് കഴിക്കാൻ എത്ര സമയം എടുക്കുന്നു എന്ന് ആലോചിച്ചാൽ നമ്മുടെ സ്വന്തം ലിവറിനെ ആൽക്കഹോളിലൂടെ എത്രമാത്രം ദ്രോഹിക്കുന്നു എന്ന് മനസ്സിലാകും. മൂന്നാമതായി ലിവറിനെ അഡ്വൈസായി ബാധിക്കുന്ന ഒന്നാണ് നാം ഉപയോഗിക്കുന്ന ബിവറേജസ് ലൈക്ക് കൊക്കോകോല, പെപ്സി എന്നിവയും ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഫ്രൈഡ് ചിക്കൻ പോലുള്ള ജങ്ക് ഫുഡ്സും. ഇവ ലിവറിന് കൊടുക്കുന്ന ലോഡും ഉണ്ടാക്കിയേക്കാവുന്ന ഡാമേജും വളരെ വലുതാണ്. ഇനി എന്താണ് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പരിശോധിക്കാം. ഇന്ന് സ്ത്രീ പുരുഷ ഭേദമന്യേ അമിതവണ്ണമുള്ള 70% ആളുകൾ സാധാരണയായി കാണപ്പെടാറുള്ള ലിവർ ഡിസോർഡറാണ് FLD, ഫാറ്റി ലിവർ ഡിസീസ്. ഇതിൻ്റെ പ്രധാന 2 കാരണങ്ങൾ ആൽക്കഹോളിസവും അമിതവണ്ണവുമാണ്. അതുകൊണ്ട് തന്നെ FLDക്ക് ഒരു കോംപ്രഹെൻസീവ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. FLDയുടെ റൂട്ട് കോസ് എന്നുള്ളത് ഡിപ്പോസിറ്റിംഗ് ഓഫ് ട്രൈഗ്ലിസറൈഡ്സ് ഇൻ ദ ഹെൽപ്പ് സെൽസ് ഓർ ലിവർ സെൽസ് ആണ്. FLDക്ക് വളരെ നല്ല റിസൾട്ട് ലഭിക്കുന്നതിന് 2 തരത്തിലുള്ള ചികിത്സ ആവശ്യമാണ്. 1, അമിതവണ്ണം നിയന്ത്രിക്കുന്നതോടൊപ്പം കൊഴുപ്പുള്ള ഭക്ഷണം നിയന്ത്രിക്കുക. 2, ലിവറിനെ റെജുവിനേറ്റ് ചെയ്യുക. ഇവ രണ്ടും സാധ്യമാകുന്ന വളരെ സേഫ് ആൻഡ് എഫക്റ്റീവ് ആയ നാച്ചുറൽ ഫോർമുലേഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓൾറെഡി ലിവർ പ്രോബ്ലം ഉള്ളവർ ലിവറിൻ്റെ ചികിത്സയ്ക്ക് വീണ്ടും അധികമായിട്ട് അലോപ്പതി മരുന്നുകൾ കഴിക്കുന്നത് ലിവറിന് കൂടുതൽ ഓവർലോഡ് ഉണ്ടാക്കുകയും വിപരീത ഫലം ഉണ്ടാക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ ഫാറ്റി ലിവർ നിയന്ത്രിക്കുന്നതിന് വളരെ എഫക്റ്റീവും സേഫായിട്ടുള്ള നാച്ചുറൽ മെഡിസിൻ ഇന്ന് അവൈലബിൾ ആണ്. അടുത്തതായി ലിവറിനെ ബാധിക്കുന്ന ഒന്നാണ് നമുക്കുണ്ടാകുന്ന വൈറൽ ഇൻഫെക്ഷൻസ്. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാന ഓർഗനായ ലിവറിനെ നാം നിത്യേന അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന സത്യം നാം ഓർക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി എങ്ങനെയാണ് ലിവറിൻ്റെ ഫങ്ഷൻസ് പ്രോപ്പറായി നടക്കുന്നുണ്ടോ എന്നറിയാനുള്ള മാർഗം? ഇതിന് പൊതുവായി ഡോക്ടേഴ്സ് സ്വീകരിക്കുന്ന ടെസ്റ്റാണ് LFT ടെസ്റ്റ് അഥവാ ലിവർ ഫങ്ഷൻ ടെസ്റ്റ്. ഇതിലൂടെ SGOT, SGPTയുടെ അളവ് ബ്ലഡ് ടെസ്റ്റിലൂടെ അനലൈസ് ചെയ്യുകയും ഇത് നോർമൽ ആണോ എന്ന് പരിശോധിക്കുകയും ചെയ്തതാണ്. നോർമൽ ലെവൽ പലപ്പോഴും 5 to 38 IU/L. എന്നാൽ മഞ്ഞപ്പിത്തം പോലെയുള്ള അക്വേറ്റ് സ്റ്റേജിൽ SGOT, SGPT ലെവൽ 12,000 വരെയാണ് കണ്ടിട്ടുള്ളത്. നിങ്ങളുടെ LFT ടെസ്റ്റിൽ നിങ്ങൾക്ക് തന്നെ ഏതെങ്കിലും ഒരു ലാബിലൊക്കെ ചെന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ലിവറിൻ്റെ ഫങ്ഷൻ താളം തെറ്റിയോ എന്നറിയുന്നത് പലപ്പോഴും വളരെ വൈകിയായിരിക്കും. അതായത് 60% ഡാമേജ് സംഭവിച്ചതിന് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സിംറ്റംസ് അറിയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു രോഗങ്ങൾക്ക് തുടർച്ചയായി അലോപ്പതി മരുന്നുകൾ, പ്രത്യേകിച്ചും കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിനുള്ള സ്റ്റാറ്റിൻസ് പോലുള്ള മരുന്നുകൾ കഴിക്കുന്നവർ 1-2 മാസം കൂടുമ്പോൾ LFT ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് ഞങ്ങളുടെ lifestyledisorders.com-ന്റെ ആരോഗ്യ വിദഗ്ധരുമായിട്ടും ബന്ധപ്പെടാവുന്നതാണ്. ഫോർ ഓൺലൈൻ കൺസൾട്ടേഷൻ www.lifestyledisorders.com. കൂടാതെ ഞങ്ങളുടെ ടെലിഫോൺ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും lifestyledisorders.com-ലെ ആരോഗ്യ വിദഗ്ധരുമായി ബന്ധപ്പെടണം.